ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കെല്ലാവരും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടത് പരിപ്പാണ്. ഞാനിവിടെ വടപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി മുഴുത്ത പരിപ്പാണ് വടപ്പരിപ്പ്. അത് എടുത്തിട്ട് ഒരു 6 മണിക്കൂർ കുതിരാൻ വിട്ടിട്ട് എടുത്തതാണ്. ഈ വെള്ളമെല്ലാം കളഞ്ഞ് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടണം. മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിടാൻ പാടില്ല. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ. അല്ലെങ്കിൽ കുറച്ച് നല്ലപോലെ അരഞ്ഞു പോകും, ചിലത് അരയാതെ നമുക്ക് വരും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾ അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ അരയ്ക്കാനിടുന്ന പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടിച്ചു കഴിയുമ്പോഴത്തേനും കുട്ടികൾക്കൊരു ഇഷ്ടക്കേട് വരും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളകും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചരച്ചെടുക്കാം. പതുക്കെ പതുക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചരച്ച് വേണം എടുക്കാൻ. ഒറ്റ ഇതിന് മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടില്ല. പരിപ്പെല്ലാം ഇവിടെ പാകത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 സവാളയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സവാളയാണ് അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഓരോന്ന് ചെറിയ ബോളുകളായിട്ട് എടുത്തിട്ട് പരിപ്പുവടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇതിലേക്ക് ഒരു പാൻ വെച്ച് അതിൽ നമുക്കിഷ്ടമുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പുവടയെല്ലാം അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം. എന്നാലേ ഉള്ളൂ പരിപ്പുവടയുടെ ഉള്ളു വേഗത്തുള്ളൂ. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചു മറിച്ച് വിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ടേസ്റ്റിയുള്ളതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.